നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ കാര്യങ്ങളും നമ്മൾ തുടങ്ങുമ്പോൾ ഗണേശ സ്മരണയോടെ അല്ലെങ്കിൽ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് തുടങ്ങണമെന്നാണ് ഹിന്ദു ആചാരപ്രകാരമുള്ള ഒരു ചട്ടം. ഇത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ കൃത്യമായിട്ട് നോക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇത് ഗണേശ ഭഗവാനെ തൃപ്തിപ്പെടുത്തിയില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുകൂടി നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഏത് കാര്യം ആരംഭിക്കുന്നതിന് മുമ്പും ഗണപതി ഭഗവാനെ സ്മരിക്കണമെന്നും ഗണേശ മന്ത്രം ചൊല്ലണമെന്നും ഗണേശ പൂജ നടത്തണമെന്നും നിവേദ്യം അർപ്പിക്കണമെന്നും ഒക്കെ ആണ് നമ്മളുടെ ഭാരതീയ ജനത വിശ്വസിക്കുന്നത്. അതായത് ഹിന്ദു പുരാണത്തില് ഇതെല്ലാം പറയുന്നുണ്ട്, അത് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സരസ്വതി ദേവിയുടെ ചിത്രത്തിന്റെയോ വിഗ്രഹത്തിന്റെയോ മുന്നിലാണ് കുട്ടികളെ എഴുത്തിനിരുത്തുന്നതെങ്കിലും തട്ടത്തിലെ അരിയില് കുട്ടിയുടെ വലത് ചൂണ്ടുവിരൽ കൊണ്ട് ആചാര്യൻ എഴുതിക്കുന്നത് വിഘ്നേശ്വര പ്രാർത്ഥനയാണ്. എല്ലാവിധ പാപങ്ങളെയും മോചിപ്പിക്കുന്നതിനാണ് ഈ മന്ത്രത്തിൽ ഹരി എന്നത്. ഈ ആപ്തവാക്യം സ്വീകരിക്കുന്നതിലൂടെ ഈ ഹരി ശബ്ദത്താല് വിഷ്ണു സ്മരണ തന്നെയാണ് ഉണ്ടാവുന്നത്. തുടർന്ന് തടസ്സങ്ങളൊക്കെയും ഒഴിവാക്കപ്പെടുന്നതിനായിട്ട് ഗണപതിയെ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ വിഷ്ണുവിനും ഗണേശ ഭഗവാനും നമോവാകം എന്ന് വാച്യാർത്ഥം നമ്മൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഗണപതി ഗണങ്ങളുടെ ഭൂതഗണങ്ങളുടെ നാഥൻ എന്ന അർത്ഥത്തിൽ പരമശിവനെ കൂടി ഇവിടെ സ്മരിക്കപ്പെടുന്നതായിട്ട് ഈ മന്ത്രത്തില് കാണാവുന്നതാണ്. മാത്രമല്ല ശിവൻ അർദ്ധനാരീശ്വരനായതുകൊണ്ട് ദേവി പ്രണാമം അർപ്പിക്കുന്നു എന്നുകൂടി ഈ മന്ത്രത്തിൽ അർത്ഥമാക്കുന്നുണ്ട്. ശ്രീ എന്നത് ഐശ്വര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ദേവി ലക്ഷ്മിക്കും നമസ്കാരം വരുന്നുണ്ട്. ഹരി ശ്രീ ഗണപതായേ നമ എന്ന ഒറ്റ വാക്യത്തിലൂടെ ഹരിയെയും ഹരനെയും പാർവതിയെയും മഹാലക്ഷ്മിയെയും മനസ്സിൽ ധ്യാനിച്ച് എല്ലാവരും ഒന്നിച്ച് സ്മരിക്കുന്നു എന്നാണ് കാണുന്നത്. മാത്രമല്ല സരസ്വതി ദേവിയെയും ഇതിലൂടെ സ്മരിക്കപ്പെടുന്നുണ്ട്. തടസ്സങ്ങൾ കൂടാതെ കാര്യങ്ങൾ ഏത് നടത്തിത്തരുന്നതും അതോടൊപ്പം തന്നെ കാര്യങ്ങൾക്ക് വിഘ്നം വരുത്തുവാനും കഴിയുന്ന ദേവനാണ് ഗണപതി എന്നാണ് ഭാരതീയരെ വിശ്വസിച്ചു പോരുന്നത്. അക്കാരണങ്ങൾ കൊണ്ടാണ് ഏത് കാര്യവും വിഘ്നങ്ങളില്ലാതെ പൂർത്തീകരിക്കുന്നതിന് ഗണപതിയെ സ്തുതിക്കുന്നത്. ഇതിന് പിന്നിലും ഒരു കഥയുണ്ട്. തങ്ങൾക്ക് ഭീഷണിയായിട്ട് വാണിരുന്ന താരകാസുരനെ നശിപ്പിക്കുവാനായിട്ട് ഒരിക്കല് ദേവന്മാര് തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി ദേവന്മാരുടെ സേനയുടെ അധിപനായിട്ട് ശിവപുത്രനായിട്ടുള്ള സുബ്രഹ്മണ്യനെ അവരോധിക്കുകയുണ്ടായി. ശുദ്ധമന്ത്രങ്ങളാൽ ആവാഹിക്കപ്പെട്ട കലശമെടുത്ത് സുബ്രഹ്മണ്യ ഭഗവാന്റെ നെറുകയിൽ അഭിഷേകം ചെയ്യാൻ ദേവേന്ദ്രൻ മുന്നോട്ട് വന്നു. എന്നാൽ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കൈകൾ സ്തംഭിച്ചുപോയി. ഇത് കണ്ട പരമശിവൻ തന്റെ മറ്റൊരു പുത്രനായ ഗണപതിക്ക് പ്രഥമവും അർഹവുമായിട്ടുള്ള സ്ഥാനം നൽകേണ്ടതിന്റെ ആവശ്യകത കൂടി നിന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഗണേശ സ്മരണ കൂടാതെ ആരംഭിക്കുന്നതൊക്കെയും ഈ വിധം വിഘ്നമുണ്ടാകുമെന്ന് കേട്ട ഇന്ദ്രൻ ഉടനെ വിഘ്നേശ്വര പൂജ നടത്തുകയും സ്തംഭനം നീക്കിയതിനെ തുടർന്നുമാണ് സുബ്രഹ്മണ്യന് അഭിഷേകം നടത്തിയത്. ശിവന്റെ ആകാരാംശമായ വിഘ്നേശ്വരൻ തുമ്പിക്കൈ ഇടത്തേക്ക് വിരിഞ്ഞ ഇടംപിരിയായും വലത്തേക്ക് തിരിഞ്ഞ വലംപിരിയായും കാണപ്പെടുന്നുണ്ട്. ശിവക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറൻ മൂലയിലാണ് ഗണപതിയുടെ സ്ഥാനം. മറ്റു ക്ഷേത്രങ്ങളിലും ഇവിടെ തന്നെയാണ് ഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കൂടാതെ നാടിന്റെ കോട്ടകളുടെ പ്രവേശന ദ്വാരത്തിലും ആൽമരത്തിന്റെ ചുവട്ടിലുമൊക്കെ ഈ ദേവനെ പ്രതിഷ്ഠിച്ച് കാണാവുന്നതാണ്. അപ്പോൾ ഇക്കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ ഗണപതിയെ നമ്മൾ വിഘ്നേശ്വരനായിട്ട് കാണുകയും സ്മരിക്കുകയും ചെയ്യുന്നത്. ഗണപതിയുടെ അനുഗ്രഹമില്ലാതെ ഏത് കാര്യങ്ങൾ ചെയ്താലും അതിനൊരു വിഘ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. അതായത് ഗണപതിയെ സ്മരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ നല്ല ശുഭകാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകാവുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.